ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസാണിത്. അപ്പം നമ്മൾ ഈ ഐസ് റെഡിയാക്കുന്നത് പപ്പായ വെച്ചിട്ടാണ്. നമ്മൾ ഈ ഐസ് റെഡിയാക്കുന്നത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള പപ്പായ കൊണ്ടാണ് നമ്മൾ ഈ ഐസ് റെഡിയാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പഞ്ചസാര, ഒരു 3/4 കപ്പ് പാല്. അപ്പം നമ്മുടെ പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ പപ്പായ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പപ്പായ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പപ്പായ നല്ല മധുരമുണ്ട്, പക്ഷേ ഐസാവുമ്പോൾ തണുത്തിട്ട് വരുമ്പോൾ നല്ല മധുരത്തിൽ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 3/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പാലെടുത്ത കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ടാണ് വെള്ള കളറ്. ഇനി നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കും അല്ല, നല്ല ലൂസും അല്ല. നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ് മോൾഡിലാണ് നമ്മുടെ ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം എന്ന് ഒട്ടും നിർബന്ധമില്ല. നമുക്ക് ഗ്ലാസ്സിലും എല്ലാത്തിലും ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഇതിലൊഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പം ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഐസ് മോൾഡിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നിറച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഐസിലേക്ക് പാലൊട്ടും നിർബന്ധമില്ല. പാലിന് പകരം മുഴുവനായിട്ടും വെള്ളം എടുത്താലും കുഴപ്പമില്ല. പക്ഷേ പാലിൽ നമ്മൾ അടിച്ചെടുത്തിട്ട് ഐസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി പാലില്ലെങ്കിലും കുഴപ്പമില്ല, പാലിന് പകരം കൂടെ വെള്ളം ചേർത്താൽ മതി. എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസ് കിട്ടും. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഓവർനൈറ്റാണ് ഞാനിപ്പോൾ വെക്കുന്നത്. നമ്മൾ ഐസൊക്കെ റെഡിയാക്കുമ്പോൾ ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ ഓവർനൈറ്റൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മുടെ ഐസ് എടുത്തിട്ടുണ്ട്. നല്ല ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കിത് പെട്ടെന്ന് ഇതിൽ നിന്ന് ഐസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടുതൽ ചൂട് വേണ്ട. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ 2-3 മിനിറ്റ് ഇതൊന്ന് വെച്ചിട്ട് എടുത്താൽ മതി. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കൂടുതൽ സമയം നമ്മൾ ചുടുവെള്ളത്തിൽ വെക്കരുത്. അപ്പം നമ്മുടെ ഐസ് നല്ല പോലെ അലിഞ്ഞിട്ട് വരും. ഇപ്പം നമ്മളെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഐസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കേ.